മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ എത്തിയ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തട്ടി മുട്ടി നമുക്ക് നടക്കാൻ കഴിയത്തില്ല. ലീഗ് സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങുന്നത് പാണക്കാട് നിന്നാണ്. സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്കും കൂട്ടമായും രാവിലെ മുതൽ എത്തിത്തുടങ്ങും. അടിപൊളി. പാണക്കാട്ടെ വീട്ടുമുറ്റം നിറയെ സ്ഥാനാർത്ഥികൾ, ആശീർവാദം തേടിയെത്തുന്നവർ. എല്ലാവരെയും തങ്ങൾ ചേർത്ത് നിർത്തും, പ്രാർത്ഥിക്കും, വിജയാശംസ നേരും. എല്ലാവർക്കൊപ്പവും ഫോട്ടോ എടുക്കും. കൂടാതെ കെട്ടിവെക്കാനുള്ള തുകയുടെ വിഹിതവും തങ്ങൾ തന്നെ കൈമാറും. സ്ഥാനാർത്ഥികൾ മനസ്സ് നിറഞ്ഞു മടങ്ങും. പാണക്കാട് എന്ന് പറഞ്ഞാൽ പൊതുവെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ജനങ്ങളെ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നേരിട്ട് വരുന്നൊരു ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ അതിൻ്റെതായ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ അവർക്ക് നേരിട്ട് നമ്മൾക്ക് കെട്ടിവെക്കാനുള്ള പണം പാണക്കാട് നിന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കൂടി വന്ന ജനങ്ങളൊക്കെ വന്നത്. ഒറ്റയ്ക്കും കൂട്ടമായും പ്രാദേശിക നേതാക്കൾക്കൊപ്പവുമാണ് സ്ഥാനാർത്ഥികൾ എത്തുക. ഒരു ടീം പോകുമ്പോഴേക്ക് അടുത്ത നാട്ടിൽ നിന്ന് മറ്റൊരു ടീം എത്തും. നേരം എത്രയായാലും എല്ലാവരെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാണും. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഉണ്ടാവുക. ആരുടെയും പിന്നെ ഒരു ആശങ്കയോടല്ല വരുന്നത്. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷത്തോടെ വന്നുകൊണ്ട് സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുന്നു. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ജയിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും, പച്ച അലവ കരുതി വെക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. മറ്റ് പാർട്ടികൾ വിട്ട് ലീഗിൽ ചേർന്നവരുണ്ടാകും. അവർക്ക് വേണ്ട അംഗത്വവും തങ്ങൾ നൽകും. പരിഭവം പറയാൻ വരുന്നവരുമുണ്ടാകും. ഉചിതമായ തീരുമാനമെടുക്കും. എന്നാലും പാണക്കാട്ടേക്കുള്ള വരവ് തീരില്ല. എല്ലാവരെയും കാത്ത് അടയാത്ത ഗേറ്റും കട്ടൻ ചായയും ലഘുകടിയുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീട്ടിലുണ്ടാകും. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.